ഒരു 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന കോൺഗ്രസിലേക്ക് തിരികെ വന്നപ്പോൾ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച നേതാക്കളിൽ ഒരാളായ ശ്രീ എ ആന്റണി അന്ന് താങ്കളോട് പറഞ്ഞത് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ, അർഹിക്കുന്ന പദവികൾ എത്തിച്ചേരുമെന്നാണ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു ശ്രീ കെ മുരളീധരൻ? അല്ല, അതിപ്പോൾ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് അവലോകനം ചെയ്യേണ്ട സമയമല്ല. അതായത് ഇപ്പോൾ ഇന്നലെ KPC പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിൽ സമരാഗ്നി കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ഷൻ മൂഡിലേക്ക് എല്ലാവരും എത്തി. ആ സമയത്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലാഭനഷ്ടങ്ങൾ അസസ് ചെയ്യേണ്ട സമയമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ചില നിർണായക ഘട്ടങ്ങളിൽ താങ്കൾ കാര്യങ്ങൾ തുറന്നു പറയാൻ സന്നദ്ധനായിട്ടുള്ള നേതാവാണ്. ഞാൻ ഉദാഹരണത്തിന് പറയാം, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കൾ പറഞ്ഞു ഇനി മത്സര രംഗത്തേക്കേ ഇല്ല, നിയമസഭയായാലും ശരി പാർലമെന്റ് ആയാലും ശരി. മാത്രമല്ല അതിനുശേഷം ചില കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാനുണ്ടെന്നും പറഞ്ഞു. പക്ഷെ പിന്നീട് ശ്രീ കെ മുരളീധരന്റെ ഒരു അനക്കവും ഉണ്ടായില്ല ആ കാര്യങ്ങൾ. അല്ല, അത് ഞാൻ പാർട്ടി നേതൃത്വത്തിന് അറിയിച്ചിരുന്നു, ഇനി മത്സരിക്കാൻ താല്പര്യമില്ല. പാർട്ടി പറഞ്ഞു അത് നിങ്ങൾ അങ്ങനെ തീരുമാനിക്കരുത്, ഞങ്ങൾ തീരുമാനിച്ചറിയിക്കും എന്നാണ് പാർട്ടി പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ പിന്നെ സൈലൻ്റായി. പിന്നെ പാർട്ടി പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ തീരുമാനം വിട്ടുകൊടുത്തു. പാർട്ടി മത്സരിക്കണം എന്നുള്ളൊരു ഏകദേശ സൂചന നൽകിയപ്പോൾ ഞാനല്ലെങ്കിലും വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാനുണ്ടല്ലോ. അത് മത്സരിച്ചാലും ഇല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം ഒരു MP എന്നുള്ള നിലയിൽ 5 വർഷക്കാലം ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും വടകരയിലെ എൻ്റെ MP എന്നുള്ള പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. കണ്ണൂരിൽ K സുധാകരൻ ഒഴികെ ബാക്കി എല്ലാ സിറ്റിംഗ് MPമാരും മത്സരിക്കുമെന്ന് പറയുമ്പോൾ വടകരയിൽ ശ്രീ കെ മുരളീധരൻ ആയിരിക്കുമെന്ന് വ്യക്തമാണല്ലോ. അതെ, അതിപ്പോൾ പാർട്ടി അങ്ങനെ ഒരു സൂചന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ വടകരയിൽ തന്നെ ഉണ്ട്. ആഴ്ചയിൽ എത്ര തിരക്കുണ്ടെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ വടകരയിൽ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഏതാണ്ടല്ലേ? അല്ല, ഞാൻ പാർട്ടി അങ്ങനെയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അനുസരിക്കും. അപ്പോൾ ഒരു ഘട്ടത്തിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു, പിന്നെ മത്സരിക്കാം എന്ന് നിശ്ചയിക്കുന്നു. അത് ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദം മൂലമാണോ ഇത്? അല്ല, കാരണം ഏതാണ്ട് 10ഓളം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞു. ഇനി പുതിയ ആളുകൾ മത്സരിക്കട്ടെ എന്നുള്ള ചിന്താഗതി വന്നു. പക്ഷേ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത് സീനിയർ നേതാക്കന്മാർ ഇലക്ഷനിൽ മാറി എന്ന് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് ജയിക്കില്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞനുസരിച്ചാണ് ഞാൻ എന്നാൽ ശരി, എന്താണ് പാർട്ടി തീരുമാനിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഈ ലാഭനഷ്ടങ്ങൾ തൂക്കി നോക്കേണ്ട സമയമല്ല ഒരു തെരഞ്ഞെടുപ്പ് സമയം എന്നത് ഒരു സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യന്റെ വളരെ തന്ത്രപരമായ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ അത് സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ പറയേണ്ട സമയമല്ല. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് താങ്കൾ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണ്. ഇപ്പൊ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാമെന്ന്. താങ്കൾ മാത്രമല്ല, ശ്രീ രമേശ് ചെന്നിത്തലയും അന്ന് അത് പറഞ്ഞിരുന്നു. പക്ഷെ രണ്ടുപേരും പിന്നീട് ഒന്നും പറഞ്ഞില്ല. അതല്ല, ജനങ്ങൾക്ക് ഇപ്പോഴും കോൺഗ്രസിന് വിശ്വാസമുണ്ട് കേരളത്തിൽ. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ലാഭനഷ്ടങ്ങൾ പറയേണ്ടത് ഞാൻ കരുതി കൂട്ടി തീരുമാനിച്ചു തന്നെയാണ്. ഈ പെട്ടിയെടുപ്പുകാരും ഗണപതി സേവക്കാരും ഒക്കെയാണ് പാർട്ടിക്കകത്തുള്ളതെന്നൊക്കെ വളരെ രൂക്ഷമായ വിമർശനം താങ്കൾ ഒരു കാലത്ത് നടത്തിയിരുന്നു. അപ്പോൾ കോൺഗ്രസിനകത്തെ ആ സംസ്കാരത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? അതിന് കാര്യമുള്ള മാറ്റം വന്നോ ഇല്ലയെന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങളെല്ലാം നോക്കി കാണുന്നുണ്ടല്ലോ, ചാനലിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ ജനങ്ങൾ നോക്കി കാണുന്നുണ്ട്. ഞാൻ പറയും കെ മുരളീധരൻ്റെ അഭിപ്രായത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്ന്. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതിലൊന്നും മാറ്റി പറയേണ്ട അവസരമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊന്നും ഇപ്പോൾ അലക്കേണ്ട ആവശ്യമില്ല, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അല്ല, ഞാൻ അലക്കുന്നതിനെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ താങ്കൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്, പ്രതികരിക്കാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള ആളാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു സ്പൈസി എലമെന്റിന് വേണ്ടി ചോദിക്കുകയല്ല. ഞാൻ പറഞ്ഞത് ശ്രീ കെ മുരളീധരൻ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അർഹമായ പദവിയിലേക്ക്, ഇപ്പോൾ KPCC അധ്യക്ഷനായിരുന്നു താങ്കൾ പാർട്ടിയിൽ ആദ്യം ഉണ്ടായിരുന്നപ്പോൾ, പിന്നീട് ഒരു 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ വന്ന ശേഷം താങ്കൾ ആ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞു K സുധാകരനുമായിട്ട് നല്ല ബന്ധമാണ്, VD സതീശനുമായിട്ട് നല്ല ബന്ധമാണ്, ഇടയ്ക്കൊക്കെ അവർ വിളിക്കാറുണ്ട്, പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ എൻ്റെ പേര് എവിടെയും കാണുന്നില്ല എന്ന്. അതൊരു ആത്മാർത്ഥമായ ഒരു പരാതിയാണല്ലോ. അല്ല, ആ പരാതികളൊന്നും ഞാൻ പിൻവലിച്ചിട്ടില്ലല്ലോ. ആ പറയുന്ന പരാതികളൊന്നും ഞാൻ പിൻവലിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്ന സന്ദർഭങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നിപ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ്സിന് നല്ലൊരു വിജയം കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഞാൻ നടത്തുന്ന ചില പ്രയാസങ്ങൾ അത് അവർക്കൊരിക്കലും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം അവർ ഒരുപാട് കേസുകളിലൊക്കെ ഉൾപ്പെട്ട് അടിയും കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എന്താ പ്രതീക്ഷ? അവർ നാളെ MLA മന്ത്രിയൊന്നും ആവില്ല, പക്ഷേ സ്വന്തം പാർട്ടി അധികാരത്തിൽ വരണം എന്നല്ലേ അവരുടെ ആഗ്രഹം.
അതിന് എൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അതിന് ഒരു മുറിവേൽപ്പിച്ചാൽ അത് പ്രവർത്തകരുടെ ദുഃഖം ക്ഷണിച്ചു വരുത്തും. അതൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനാണ് താങ്കൾ. മുൻപും താങ്കൾക്ക് ആ പദവിയോടും താല്പര്യമില്ല, ആ പദവിയിലിരിക്കുമ്പോഴും താങ്കൾ ആ നിലയ്ക്ക് പരിഗണിക്കുന്നില്ല എന്ന പ്രയാസവും താങ്കൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സമരാഗ്നി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. അതിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ചുമതല വഹിക്കുന്ന ആള് ശ്രീ കെ മുരളീധരനാണ്. അതെനിക്ക് തോന്നുന്നു എനിക്കും താങ്കൾക്കും അല്ലാതെ മൂന്നാമതൊരാൾക്ക് അറിയില്ല എന്ന്. അതെ, അത് ഞാൻ ഒന്നാമത് ആ പദവി ആഗ്രഹിച്ച ആളല്ല. ഞാൻ MP ആയ ഉടനെ അത് രാജിവെച്ച ആളാണ്. പക്ഷെ ഹൈക്കമാൻഡ് വീണ്ടും എന്നെ നിയമിച്ചു. അപ്പോൾ വീണ്ടും നിയമിച്ച പദവി നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അത് ഹൈക്കമാൻഡിനെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ ധിക്കരിച്ചിട്ടില്ല. പക്ഷേ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനം നടത്താൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ തന്നെ എല്ലാവരും നോക്കിയാൽ കാണാം, നടക്കുന്ന ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാം, പ്രചാരണ സമിതി അധ്യക്ഷനൊരു റോളും ഇല്ല. പക്ഷെ ഞാൻ പരാതി പറയാൻ പോയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷന്റെ ചിത്രം എവിടെയുമില്ല, ഒരു പേരെവിടെയുമില്ല, ഒരു മെൻഷനിങ്ങും ഇല്ല. അത് ഇവിടെ വടകരയിലും ഇല്ല. ഞാൻ ഇപ്പം ഞാൻ സിറ്റിംഗ് മെമ്പറാണ്. നാളെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കേണ്ട സ്ഥലമാണ്. പക്ഷെ ഞാൻ എൻ്റെ ചിത്രം അല്ലെങ്കിലും ഇലക്ഷൻ കാലത്ത് എന്തായാലും വരുമല്ലോ. പിന്നെ ആളെ നേരിട്ട് കാണുന്ന സ്ഥലമാണ് വടകര. അതുകൊണ്ട് അവിടെ എൻ്റെ ചിത്രം അല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇതാ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ശ്രീ കെ? അത് വിട്ടുപോയി എന്നുള്ള സ്ഥിരം പല്ലവി പല സന്ദർഭത്തിലും ഉണ്ടാവാറുണ്ട്. എൻ്റെ പേര് മാത്രമേ വിട്ടുപോകാറുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾക്ക് കാര്യങ്ങൾ പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ, കോൺഗ്രസിന്റെ ഉന്നതി ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടി അതിലേക്ക് വരികയാണ്. അതായത് സംസ്ഥാന കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു 1, 2 അല്ലെങ്കിൽ 3 പേരിലേക്ക് ചുരുങ്ങുകയാണ്. കെ സുധാകരൻ, VD സതീശൻ, KC വേണുഗോപാൽ, ഇതിലേക്ക് പരിമിതപ്പെടുന്നുണ്ടോ സംസ്ഥാന കോൺഗ്രസ്? അല്ല, പാർട്ടി ലീഡറും പാർട്ടി പ്രസിഡന്റുമാണ് അന്തിമമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. അത് കെ കരുണാകരൻ, AK ആന്റണിയുടെ കാലത്തും അങ്ങനെയാണ്. ഇപ്പോഴും കുറച്ചുകൂടെ ആളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രം. ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി ലീഡറും പാർട്ടി പ്രസിഡൻറ്റുമാണ് ഫൈനൽ അതോറിറ്റി. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് അഖിലേന്ത്യയിലൊക്കെ ആൾക്കാരെ നമ്പർ കൂടിയെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ല, അവരെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കെ മുരളീധരൻ എങ്ങനെയാണ് പുറത്തായി പോകുന്നത്? അല്ല, അതിപ്പോൾ അവരോട് ചോദിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. അല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചത്. കാരണം ഇത് ചില ആളുകളിലേക്ക് പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ? അതായത് അത് പാർട്ടിയുടെ ഒരു ജനാധിപത്യ സ്വഭാവം കൈമോശം വന്നിട്ടുണ്ടോ എന്ന്? അല്ല, ഞാൻ അതിന് പറയുന്നൊരു നിർദ്ദേശം, ഞാൻ അന്നും അതിൽ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരെ 2 വർഷത്തെ ഗ്യാപ്പുണ്ട്. അതിനിടയ്ക്കൊരു പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അത് പ്രവർത്തകരുടെയും കൂടെ ഇലക്ഷനാണ്. എന്ത് വന്നാലും ഏത് ഇലക്ഷൻ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഞാൻ പറയാം, കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, സമയം അത്ര ശരിയല്ല, കാരണം വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കേണ്ട സമയമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു മറുപടി എന്താ അറിയോ? അതതിൻ്റെ വഴിക്ക് നടക്കും. അദ്ദേഹം ഭാരത് ജോഡോ യാത്ര സമയത്തും പറഞ്ഞ ന്യായീകരണമുണ്ട്. 2024 നമ്മുടെ ലക്ഷ്യം. അതിനിടയ്ക്ക് ഒരുപാട് ഇലക്ഷൻ നടക്കും എന്ന് വിചാരിച്ച് പാർട്ടി പരിപാടികൾ മാറ്റി വയ്ക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ നടത്തണം, അതിന് വോട്ട് ചേർക്കേണ്ട സമയം അത് വേറെ ഭാഗമാണ്, ഇത് ഇലക്ഷൻ നടത്തണം. അതുപോലെ ഞാൻ പറയുന്നു, അടുത്ത സംഘടനാ ഇലക്ഷൻ നടത്തിയാൽ മാത്രമേ ഇതുപോലുള്ള പരാതികൾക്ക് പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടത്തി. ആ ഇലക്ഷൻ നടത്തിയപ്പോൾ കിട്ടിയ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് സാധാരണ ഒരു പുനഃസംഘടന കഴിയുമ്പോൾ എന്നോടൊപ്പം നിന്ന പല പ്രവർത്തകരും ഒന്ന് ദുഃഖം പറയാറുണ്ട്, എനിക്ക് കിട്ടിയില്ല, ഞങ്ങൾ സാറിൻ്റെ ആളായതുകൊണ്ട് തഴയപ്പെട്ടു. പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടത്തിയപ്പോൾ പലരും അവർക്ക് കിട്ടിയ സ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ നിയോജകമണ്ഡലം പ്രസിഡൻ്റായി, ഞാൻ ജില്ലാ ഭാരവാഹിയായി, ഞാൻ സംസ്ഥാന ഭാരവാഹിയായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അല്ലായിരുന്നെങ്കിൽ പരാതി വരുമായിരുന്നു. ഇലക്ഷൻ നടന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ജയിക്കാൻ നോക്കിക്കോ, അല്ലാണ്ട് എൻ്റെ കെയർ ഓഫ് പറഞ്ഞിരിക്കേണ്ട, അങ്ങനത്തെ ഒരു നോമിനേഷനും കിട്ടില്ല, ഇലക്ഷനാണ്. അപ്പോൾ അവരതിൻ്റെ ഗൗരവത്തിലെടുത്തു. അവർക്ക് കുറേ പേർക്ക് കുറേ സ്ഥാനങ്ങൾ കിട്ടി. അപ്പോൾ അവർ ഹാപ്പിയായി. നേരെ അതുപോലെ തന്നെ ഒരു സംഘടനാ ഇലക്ഷൻ നടന്നാൽ ആർക്കും പരാതി പറയാൻ കഴിയില്ല. പ്രവർത്തകർ അംഗീകരിക്കുന്നവർ ഭാരവാഹിയാവും. അതെ, ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് എന്താണ് ഇപ്പോൾ തടസ്സം? അല്ല, ഇനിയിപ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല. കാരണം കാർഗയുടെ കാലാവധി അവസാനിക്കുമ്പോഴാണ് ഇനി അടുത്ത ഇലക്ഷൻ കേരളത്തിൽ ബൂത്ത് തലം മുതൽ ഇലക്ഷൻ നടത്തും. അക്കാര്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ കർശനമായിട്ട് നിലപാട് സ്വീകരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. അതുകൊണ്ട് ആ ഘട്ടത്തിൽ ഈ പട്ടിക പുതുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്ന കാര്യം താങ്കൾ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ താങ്കളെ പോലൊരു മുതിർന്ന നേതാവ് കേരളത്തിൽ നിന്ന് പറയുന്ന താങ്കളുടെ സജഷൻസ് വേണ്ട രീതിയിൽ
മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന തീർച്ചയായും അദ്ദേഹം മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ റീസൺ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരു കാര്യം മാറ്റി വയ്ക്കുമ്പോൾ ആ കാര്യം പിന്നീട് നടക്കാതെ പോകും. അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സെലക്ഷൻ നടക്കട്ടെ, ചെറുപ്പക്കാർ കൂടുതൽ പാർട്ടിയിലേക്ക് വരട്ടെ, വോട്ടർ പട്ടികയൊക്കെ നിങ്ങൾ എം പിമാരുൾപ്പെടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആൾക്കാരെയൊക്കെ വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടിയിട്ട് അയക്കുക. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി അദ്ദേഹം. അപ്പോഴാണ് ഞാൻ ജോഡോ യാത്രയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തിനോട് ഹിമാചൽ പ്രദേശിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് നമുക്ക് ചാൻസ് ഉണ്ട്, ഗുജറാത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അടുത്ത പാർലമെൻറ്റിൽ പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് എൻ്റെ ഉത്തരവാദിത്തം. സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ പാർട്ടി അതാത് ആളുകളെ നിയോഗിക്കുക. അങ്ങനെ നിയോഗിച്ച് ഹിമാചൽ പ്രദേശ് ജയിച്ചല്ലോ. ഗുജറാത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രധാനമന്ത്രിയുടെ ഉരുക്കുമുഷ്ടിയിൽ പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അതേസമയത്ത് ഹിമാചൽ പ്രദേശ് തിരിച്ചു വന്നു, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം നടത്തി. ഞാനൊരു ഭംഗിവാക്ക് പറയുകയാണെന്ന് ശ്രീ കെ മുരളീധരൻ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ കേരളം കണ്ട ഏറ്റവും മികച്ച KPCC അധ്യക്ഷന്മാരിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ശ്രീ കെ മുരളീധരനാണെന്ന്. അപ്പോൾ താങ്കളുടെ ജനകീയ അടിത്തറയെക്കുറിച്ചും രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചും ഒന്നും ആർക്കും ഒരു തർക്കവുമില്ല. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി മുഖം ആരായിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ പല മുഖങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിലൊന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ശ്രീ കെ മുരളീധരനും ഉണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനെ എങ്ങനെ കാണും? അതൊക്കെ ജനങ്ങൾക്ക് പലതും പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുമോ? ജീവിതത്തിൽ നടക്കുമോ? രാഷ്ട്രീയം പോട്ടെ, ജീവിതത്തിൽ നടക്കുമോ? എല്ലാ ഉദ്ദേശിച്ച കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ദൈവത്തിനും സ്വർഗത്തിനും ഒന്നും ആരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ അതാണ് ജീവിതത്തിൻ്റെ അവസ്ഥയെങ്കിൽ രാഷ്ട്രീയത്തിലത് ബാധകമാണ്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ താങ്കൾക്കുണ്ടോ കോൺഗ്രസിൽ? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നൊരു പരാതിക്കാരനായിട്ട് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ട സ്ഥലത്ത് തുറന്നു പറയും. അത് ഭാവിയിലുണ്ടാവും. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ ശ്രീ കെ മുരളീധരൻ താങ്കൾ പറഞ്ഞതുപോലെ ഈ ലാഭനഷ്ടങ്ങളുടെ തുലാസിൽ വയ്ക്കാതെ അളന്നു കഴിഞ്ഞാൽ എങ്ങനെ പറയും? അല്ലേ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു കഴിവുകൂടെ കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടത്തിയ പാർട്ടി പരിപാടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. എല്ലാം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ 4-ാം തീയതി തൃശ്ശൂരിൽ നടന്ന ബൂത്ത് പ്രസിഡന്റുമാരുടെ സംഗമം, അതിലൊക്കെ നല്ല വൻ ജനപങ്കാളിത്തം ഉണ്ടായല്ലോ. ഇന്നലെ ആരംഭിച്ച സമരാഗ്നിയുടെ ഉദ്ഘാടന വേദി ഒരു ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നല്ലൊരു 10,000 പങ്കെടുത്തൊരു യോഗമായിട്ട് മാറിയല്ലോ. അപ്പോൾ പ്രവർത്തകരുണ്ട്. പക്ഷേ നേതൃത്വം ഒന്നുകൂടെ നന്നായി ശ്രമിച്ചാൽ ബൂത്ത് തലങ്ങളിലൊക്കെ ഇന്നുള്ള ക്ഷീണം പരിഹരിക്കാൻ കഴിയും.